ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്കൊരു ടാങ്ക് കണക്ടർ, അതായത് നമ്മളൊരു വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ടാങ്ക് കണക്ടർ ഉണ്ട്. ടാങ്ക് കണക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് FTA മോഡൽ അല്ലെങ്കിൽ അങ്ങനെ നോർമൽ ലെവലിൽ വരുന്ന ബ്ലൂ കളറിൽ വരുന്ന ടാങ്ക് കണക്ടറാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട്, അതായത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ യൂണിയൻ വരുന്ന രീതിയിലുള്ള ടാങ്ക് കണക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ വരുന്നത് നമുക്കത് അഴിച്ച് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അതായത് ടാങ്ക് കണക്ടർ നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ടാങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടാങ്ക് കണക്ടറിൻ്റെ യൂണിയൻ മാത്രം അഴിച്ച് മാറ്റാൻ പറ്റും. ആ യൂണിയൻ അഴിച്ച് മൊത്തം മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഒരു ഫിൽറ്ററും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ നല്ലതാണ്, പക്ഷേ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് അടഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അപ്പോൾ വെള്ളം ഒട്ടും വരാത്തൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എടുത്ത് മാറ്റി കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഫിൽറ്റർ ഇല്ലാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ ഫിൽറ്ററിൽ കംപ്ലീറ്റ് പൂപ്പലായി പിടിച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു 3-4 ടൈപ്പ് കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ചെന്നതിന് ശേഷം ഈ ഫിൽറ്റർ നമ്മുടെ യൂണിയൻ അഴിച്ചിട്ട് ഈ ഫിൽറ്റർ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും. ഫിൽറ്റർ എടുത്ത് കളഞ്ഞാൽ മാത്രമേ വെള്ളം താഴേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ നിങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചും വിഷയമില്ല. അത് ജസ്റ്റ് മെറ്റലിൻ്റെ ഫിൽറ്ററാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചും പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബ്ലോക്കായി വെള്ളം ഇറങ്ങാത്തൊരവസ്ഥ വരും. ഇങ്ങനെയാണ് അതിൻ്റെ ടാങ്ക് കണക്ടർ വരുന്നത്. ഇത് നമ്മൾ ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നു. ടാങ്കിൻ്റെ അകത്ത് നിന്ന് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വാഷാണ് ടാങ്കിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നത്. പിന്നെ ഈ വാഷും സെപ്പറേറ്റ് വാഷ് പുറത്തും വരുന്നുണ്ട്. അപ്പോൾ ലീക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ ഒട്ടും തന്നെ ഉണ്ടാവില്ല. കറക്റ്റായിട്ട് അതിൻ്റെ തുളയും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഹോള് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റാണ് തുളച്ചിരിക്കുന്നതെങ്കിൽ ലീക്ക് നമുക്ക് നല്ല രീതി ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക് കണക്ടറാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എത്ര വെയിലത്തിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ടാങ്ക് കണക്ടർ നമ്മൾ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇത് മുരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. മുരിഞ്ഞിട്ട് അടന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കമ്പനിയുടെ ടാങ്ക് കണക്ടർ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമുക്കിത് എങ്ങനെ ഹോളും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ നോക്കണം. ആദ്യമേ തന്നെ ടാങ്ക് കണക്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ടാങ്ക് കണക്ടറിൻ്റെ താഴെ വന്ന് കണ്ട ഇത് ഈ കട്ടിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പല ടാങ്കുകളും പല രീതിയിലാണ് വരുന്നത്. ഇത് അതിൻ്റെ അകത്ത് വരുന്ന കട്ടിങ്ങാണ്. അകത്ത് വരുന്ന കട്ടിങ്ങും പിന്നെ അതിൽ യൂണിയൻ്റെ കട്ടിങ്ങും വരുന്നുണ്ട്. ഈ യൂണിയൻ്റെ ഗ്യാപ്പ് നമ്മൾ ടാങ്ക് കണക്ടർ പിടിപ്പിച്ചതിന് ശേഷം ടാങ്ക് കണക്ടർ നിലത്ത് മുട്ടരുത്. അതായത് അതിൻ്റെ യൂണിയൻ നിലത്ത് മുട്ടാത്ത രീതിയിൽ ടാങ്ക് വെച്ച് കഴിയുമ്പോൾ നിലത്ത് മുട്ടാത്ത രീതിയിൽ വേണം അത് ഹോള് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ പല കമ്പനികളുടെ ടാങ്കുകളും വരുന്നത് 2 ഇഞ്ച് ടാങ്ക് കണക്ടറിന് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ടാങ്ക് കണക്ടർ പലതും വരുന്നത്. അത് ആദ്യമേ തന്നെ നോക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ വാഷാണ് നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഔട്ടറിൻ്റെ വാഷ് എടുത്തതിന് ശേഷം ആദ്യം മെഷർ ചെയ്തു. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടോ, വളരെ ചെറിയ രീതിയിൽ 2 ഇഞ്ച് നമുക്ക് കറക്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. ആ വാഷ് അതിൻ്റെ ഉള്ളിൽ വരുന്ന വാഷ് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഹോൾസ് ഉപയോഗിച്ചിട്ട് ഡ്രില്ലിൽ കണക്ട് ചെയ്തിട്ട് ഹോൾസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ തുളച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 1000 ലിറ്ററിൻ്റെ ടാങ്ക് ആണെങ്കിൽ 2 ഇഞ്ചിൻ്റെ ഔട്ട് കൊടുക്കാൻ സാധിക്കില്ല. കാരണം 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടാങ്ക് കണക്ടർ താഴെ പോയിട്ട് അതിൻ്റെ യൂണിയൻ മുട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലീക്ക് കാര്യങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നീട് നമുക്ക് ടാങ്ക് കണക്ടറിൻ്റെ യൂണിയൻ അഴിച്ചെടുക്കാനോ കാര്യങ്ങളൊന്നും തന്നെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ അത്യാവശ്യം ഒരു 1.5 ഇഞ്ച് ടാങ്ക് കണക്ടർ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. 1.5 ഇഞ്ച് ടാങ്ക് കണക്ടറാണ് നമ്മൾ കൊടുത്തത്. ഇതുപോലെ നമ്മൾ ഹോളടിച്ചു, ടാങ്ക് കണക്ടറിൻ്റെ ഹോളടിച്ചു. ഇനി അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അതിൻ്റെ ഗ്രൂ കാര്യങ്ങളൊന്ന് കളഞ്ഞിരിക്കണം. അതിൻ്റെ പ്ലാസ്റ്റിക്കിൽ വരുന്ന നമ്മൾ ഹോൾ ചെയ്തപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രൂ ഉണ്ടാവും. ആ ഗ്രൂ ഇടയ്ക്ക് കയറിയിരുന്നാലും നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് കയറിയിരുന്നാലും അതിലൂടെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്സ് കൂടെ വെച്ച് കളയാം. വളരെ സിമ്പിളായിട്ട് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് നിന്ന് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ വാഷ് ഇട്ടതിന് ശേഷം മസ്റ്റായിട്ടും വാഷ് ഇട്ടില്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ വാഷ് അതിൻ്റെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ടാങ്കിൻ്റെ അകത്ത് നിന്നും നമ്മളിത് കറക്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂ ഉണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ മെറ്റീരിയൽ ഉണ്ട്, അത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് ഗ്രൂ കളഞ്ഞതിന് ശേഷമേ ചെയ്യാവൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂ നമ്മൾ ഹാക്സബിളോട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് നിന്ന് നമ്മൾ ആ കാണുന്ന ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ
പോർഷൻ ഉണ്ട്. ഈ ആദ്യത്തെ പോർഷൻ നമ്മൾ ടാങ്കിൻ്റെ അകത്ത് നിന്ന് അകത്ത് നിന്ന് നമ്മളിതിൻ്റെ അകത്ത് നിന്ന് നേരെ പുറത്തേക്ക് ടൈറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. അതിനുശേഷം ഈ വാഷ് ഉണ്ട്, ഈ വാഷ് വരുന്ന ഏരിയയാണ് നമ്മളതിലേക്ക് ഇടുന്നത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടു. ഇനി ഇട്ടതിന് ശേഷം വളരെ സിമ്പിളാണ്, നേരെ ഇടുക. വളരെ സിമ്പിളായിട്ട് കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മാത്രം മതി. പൈപ്പ് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ പോലും നല്ല ഒന്ന് ആഞ്ഞ് പിടിച്ച് കൈകൊണ്ട് 2 കൈ കൊണ്ടും പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ലീക്ക് വരാത്ത രീതിയിൽ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ ടാങ്ക് കണക്ടർ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ചാർജ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ടാങ്ക് കണക്ടർ നമ്മുടെ സ്റ്റാൻഡിന് താഴെ ഒട്ടും തന്നെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ നമ്മൾ കൊടുത്താൽ ഈ ടാങ്ക് കണക്ടറിൻ്റെ യൂണിയൻ വന്നിട്ട് ആ സ്റ്റാൻഡിൻ്റെ താഴെ മുട്ടി കഴിഞ്ഞാൽ വെള്ളം ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ലോഡ് കംപ്ലീറ്റ് ഇരിക്കുന്നത് ചിലപ്പോൾ ടാങ്ക് കണക്ടറുമേ ആയിരിക്കും. അപ്പോൾ പിന്നീട് വരുന്ന ഏരിയ ടാങ്ക് കണക്ടറിൻ്റെ ഏരിയ ചിലപ്പോൾ വെയിറ്റ് വന്നിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര റിസ്ക് എടുക്കണമെങ്കിലും നല്ലത് ഈ പറഞ്ഞ രീതിയിൽ 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതിൽ നിന്ന് 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടറിൽ നിന്ന് നമ്മൾ നേരെ റെഡ്യൂസ് ചെയ്ത് 2 ഇഞ്ച് പൈപ്പായിട്ടാണ് നമ്മുടെ പ്ലംബിംഗ് ലൈനിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ടാങ്ക് കണക്ടറിൽ നിന്ന് നേരെ 2 ഇഞ്ചായിട്ടാണ് കൺവേർട്ട് ചെയ്ത് വെള്ളം നമ്മൾ താഴേക്ക് ഇറക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, 1.5 ഇഞ്ച് ടാങ്ക് കണക്ടർ നമുക്ക് സുഗമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് ടാങ്ക് കണക്ടർ കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ വന്നു, അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് പൈപ്പ് വന്നു. 2 ഇഞ്ച് പൈപ്പിൽ നിന്നും നമ്മൾ നേരെ കൊണ്ടുവന്നതിന് ശേഷം ആ ടാങ്കിൻ്റെ ഹൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓവർഫ്ലോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു. ഇനി നേരെ ഓവർഫ്ലോ വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ എയർ പോകാനായിട്ട് ഏറ്റവും മുകളിലൊരു ടീ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നേരെ താഴേക്ക് വന്നിട്ട് നമ്മൾ ലൈനിലേക്ക് കണക്ട് ചെയ്തു. ഈ വരുന്ന 1 ഇഞ്ച് നമ്മുടെ മോട്ടറിൽ നിന്നൊരു കണക്ഷനാണ്. മോട്ടറിൽ നിന്നൊരു കണക്ഷൻ നേരെ വന്നതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടാങ്ക് കണക്ടർ കൊടുക്കുന്ന സമയത്ത് ടാങ്ക് കണക്ടർ വലിയ ടൈപ്പ് വാങ്ങിക്കണതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന ടാങ്കിന് അതിൻ്റെ അകത്തൊരു ഏത് ടൈപ്പ് അകത്തേക്കാണോ പുറത്തേക്കാണോ എന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഹോൾ അടിച്ച് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ലീക്ക് മാറ്റാനായിട്ട് കുറച്ച് റിസ്ക്കാണ്, മാറ്റാൻ പറ്റും, കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാങ്ക് കണക്ടർ ഏതാണെന്നും അതുപോലെ തന്നെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അത് എങ്ങനെ ഹോൾ അടിക്കാമെന്നും എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.